ഇവർക്കുള്ള എതിർപ്പിന് കാരണം എന്താണ്? അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ സാമൂഹ്യവൽക്കരണം ഇല്ലാത്ത ആളുകളായിട്ട് നമ്മുടെ മാറിപ്പോയി. ജനങ്ങളിൽ നകന്നുപോയില്ലേ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനമില്ല, നമുക്ക് സാമൂഹ്യ ബന്ധങ്ങളില്ല, സ്കൂളില്ല, കോളേജുകളില്ല, യാതൊരു സ്ഥാപനമില്ല. നമ്മൾ ജനത്തിനൊരു ഒറ്റപ്പെട്ട് കഴിയുന്നൊരു വർഗമാണ്. ഇത് ബോധപൂർവം നമ്മളെ പിതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ, അതിനകത്ത് വളരെ ദൈവകൃപയുള്ള നേതാക്കന്മാർ തന്നെയായിരുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവർക്കൊരു ദീർഘവീക്ഷണ കാര്യത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇപ്പോഴും പെന്തക്കോസ്തുകാർ വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഗവൺമെന്റിൽ നിന്നും യാതൊരു ഭൗതികമായ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കാത്ത ഒരു സമൂഹമാണ്. നമ്മൾ ടാക്സ് കൊടുക്കുക, വോട്ട് ചെയ്ത് ഭരണാധികാരികൾ അധികാരത്തിൽ കൊണ്ടുവരുതി കഴിഞ്ഞൊന്നുമില്ല. പിന്നെ പത്രത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്പം പരുഷമായിട്ട് എനിക്ക് മനോരമ വിമർശിക്കേണ്ടി വരും. കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഭൂമിയിൽ 2 സാധനങ്ങൾ മുകളിൽ നിറക്കി തരുന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് പെന്തക്കോസ്തർ. ഒന്ന് കോൺഗ്രസ് പാർട്ടിയും മറ്റൊന്ന് മനോരമയാണ്. ഇത് രണ്ടുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നാട്ടിൽ. ആ ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇവർ 2 കൂട്ടരും നമുക്ക് ദോഷമാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് ലീഡേഴ്സൊക്കെ പെന്തക്കോസ്തർ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുള്ളത്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മനോരമ വാസ്തവത്തിൽ കുറച്ചുകൂടെ നമുക്കൊരു ന്യൂസ് തരണം. കാരണം മറ്റു പത്രങ്ങളൊന്നും തന്നെ നമ്മൾ പെന്തക്കോസ്തർ വായിക്കുന്നില്ല. പെന്തക്കോസ്തർ വായിക്കുന്ന ഏക ദിനപത്രം മനോരമയാണ്. പിന്നെ ഒരു ദേശാഭിമാനി വായിക്കുന്നുണ്ട് ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മനോരമയെങ്കിലും ഈ കാര്യത്തിൽ പെന്തക്കോസ്ത് വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചുങ്കപ്പാറ വിഷയത്തിലൊക്കെ പെന്തക്കോസ്തരെ അധിക്ഷേപിച്ച് മറുപക്ഷം ഇറക്കിയ വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. വളരെ പകൽ പോലെ സ്പഷ്ടമല്ലേ. നമ്മളെ നമുക്ക് സൈഡ് പറഞ്ഞില്ലെങ്കിലും ഒരു അനുരഞ്ജനത്തിന്റെ ഒരു മാർഗം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ അത്രയും വലിയ തെറ്റാണ് നമ്മുടെ ചില സഹോദരന്മാർ എഴുതിയത്. അത് സഭയെ മൊത്തത്തിൽ ബാധിച്ചു. ഒരു വ്യക്തി ചെയ്തത് സഭയ്ക്ക് മൊത്തം ബാധകമായില്ലേ. പത്രങ്ങളെ കാര്യത്തിൽ നമ്മളോട് നല്ലൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. മറ്റു പത്രങ്ങളെ നമ്മൾ വിട്ടേക്കുക. കാരണം നമ്മൾ വായിക്കുന്ന പത്രം പോലും നമ്മളോട് ചെയ്തില്ലല്ലോ. അതിനകത്ത് നിരീശ്വരവാദികളുടെ ഈ പത്രമായ ദേശാഭിമാനിയാണെന്ന് തോന്നുന്നു പിന്നെയും ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. മലയാള മനോരമയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വളരെ പ്രാധാന്യം കൊടുത്ത് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതായത് പെന്തക്കോസ്ത് സഭയിലെ ഒരു പാസ്റ്റർ വധശിക്ഷ വിധിച്ചു എന്നൊരു വിഷയം. അപ്പം അത് കേട്ട സമയത്ത് ബ്രദർ റസൽ അത് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ തക്കവണ്ണം തിരുവനന്തപുരത്തേക്ക് പോയെന്നാണ്, അവിടെ കടന്നുപോയി. ആ വിഷയത്തെ കുറിച്ചൊന്ന് പറയാം. അത് എത്രത്തോളം സത്യമായിരുന്നു? അത് വധശിക്ഷയ്ക്ക് വിധിച്ചു വാർത്ത വന്നപ്പോഴേ അതിനകത്ത് മനോരമ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തു എന്നുള്ള നമുക്ക് അതിനകത്ത് വന്ന വിഷമമേ. മനോരമ വാർത്ത വന്നു തെറ്റെന്ന് പറയാനൊക്കെ ഇല്ലേ. ഇപ്പൊ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൂക്കിക്കൊല്ലാൻ വാർത്തയിടാതിരിക്കാൻ പറ്റും. പക്ഷെ ഫ്രണ്ട് പേജിൽ ഒരു 4 കോളത്തോളം ന്യൂസ് കൊടുത്തത്. അതേ ദിവസങ്ങളിൽ മറ്റു പത്രങ്ങളെല്ലാം ഞാൻ കോട്ടയത്ത് താമസിക്കുകയാണ്, ഞാൻ ഇവിടെ താമസിക്കുമ്പോഴാണ് ഓടി നടന്ന് ഞാൻ എല്ലാ പത്രങ്ങളും എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഒരു കോളം, സിംഗിൾ കോളം, ദേശാഭിമാനി 1 കോളേ ഇട്ടുള്ളൂ. പക്ഷെ അത് ഉപദേശിച്ച എന്ന ഭാഷ ഒന്നും എഴുതിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് ഇംഗ്ലീഷ് പത്രങ്ങളും നോക്കി, അതിനകത്തൊക്കെ വളരെ സിംഗിൾ കോളം 2 കോളം ന്യൂസ് കിട്ടതങ്ങ് ഒതുക്കിയെന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. പാസ്റ്റർ എന്നൊരു ധ്വനി ഈ പത്രങ്ങളിലും വന്നില്ല. അപ്പൊ മനോരമയിൽ വന്നതുകൊണ്ടാണ് ഞാൻ PMR സാറിനെ ഫോൺ ചെയ്ത് വിളിച്ചു. ഞങ്ങൾ ബന്ധുക്കൂസുകാർ കുറച്ചുപേർ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ ഒരുമിച്ച് കൂടി ശേഷം നിജസ്ഥിതി അറിയാനായിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്ന തീരുമാനിച്ചപ്പോൾ എന്നോട് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് രാത്രിയിലാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നത്. അതുകൊണ്ട് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോയി, പിന്നെ ഈ കൊലയാളിയായ ചന്ദ്രദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട്ടുകളിൽ പോയി അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്കും എന്തോ അവിടെ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ശിക്ഷിച്ചു. അത് ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. അത് കോടതി അതിനകത്ത് ഉചിതമായ നടപടി സ്വീകരിച്ചു. പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം പാസ്റ്റർ അല്ലായിരുന്നു എന്നുള്ളതാണ് വിഷയം. ഈ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് പാസ്റ്റർ ഒന്ന് ഉപദേശിച്ചെന്നൊക്കെ എഴുതിയിരുന്നു. അത് പോലീസ് തെറ്റിദ്ധരിക്കാൻ എന്താ കാരണം? എനിക്ക് തോന്നുന്നു ഈ ക്ലീൻ ഷേവ് കൊണ്ടായിരിക്കാം. നമ്മുടെ വേഷമാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പ്രവൃത്തിയേക്കാൾ കൂടുതൽ നമ്മുടെ വേഷമാണല്ലോ. അപ്പൊ ഈ ക്ലീൻ ഷേവും വെള്ള ഷർട്ടും കൊണ്ടായിരിക്കാം ഇയാളെ ഉപദേശിയെന്ന് സംഭവം ചെയ്ത്. ഇയാളുടെ അപ്പൻ ഉപദേശിയ അത് തന്നെയല്ല, ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ച സിസ്റ്റമാറ്റിക് ആയിട്ട് തിയോളജി ഒക്കെ പഠിച്ച നമ്മുടെ ഇടയിൽ അങ്ങനെ ആണല്ലോ. ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചിറങ്ങുന്നവരൊക്കെയാണല്ലോ സാറിന് പാസ്റ്റേഴ്സ് ആകുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളതെന്നല്ല. ഇപ്പം നമുക്ക് എപ്പിസ്കോപ്പൽ ചർച്ച അല്ലാത്തതുകൊണ്ട് ഫുൾ കൈ ഷർട്ട് ഇട്ട് എല്ലാവർക്കും ഉപദേശിയാകാമല്ലോ നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തെ പാസ്റ്റർ തെറ്റിദ്ധരിച്ച് എഴുതിയതാണ്. പക്ഷെ ആ റിപ്പോർട്ടിനകത്തൊക്കെ ഉപദേശിച്ചെന്ന് പാസ്റ്റർ എന്നുള്ള സംബോധന ഉണ്ടായിരുന്നത് കൊണ്ട് പോലീസ് റിപ്പോർട്ടിനകത്ത്
ഉണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പം ചോദിക്കുന്നവരെ പറയുമല്ലോ പാസ്റ്റാണ് അവൻ ഉപദേശിയാന്ന് പറയുമല്ലോ ചിലപ്പോൾ അപ്പനെ ഉപദേശിയാണ്ട് ചിലപ്പോൾ അപ്പനെ സഹായിക്കാൻ ഇദ്ദേഹം ഉപദേശിച്ചാൽ ചില ചമഞ്ഞിട്ടുണ്ടാവില്ലെന്ന് പറയുന്നില്ല. വാസ്തവത്തിൽ ഇവന്റെ ജോലി പച്ചമരുന്ന് കച്ചവടമായിരുന്നു. ഇപ്പൊ പറമ്പിൽ നിന്ന് ഈ അങ്ങാടി മരുന്നുകളെല്ലാം പറിച്ചെടുത്ത് ഉണക്കി കൊണ്ടുവന്ന് കടയിൽ വിൽക്കുന്ന ജോലിയായിരുന്നു ഇവന്റെ ജോലി എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ അവനെയാണ് പാസ്റ്റർ ആക്കിയത്. അത് ശരി. അപ്പൊ ആ പാസ്റ്റർ എന്ന സംഭവം എന്നപ്പോ കേരളത്തിൽ ഒരു 16,000-7,000 പാസ്റ്റർമാരുണ്ട്. അവരെയാണ് ഇത് മുറിപ്പെടുത്തിയത്. ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഇത് മുറിപ്പെടുത്തി. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കണമായിരുന്നു ആ വാക്ക് വരുന്നതിനെതിരെ. പക്ഷെ അവര് ഈ പോലീസിന്റെ റിപ്പോർട്ട് വായിച്ചിട്ടാണ് അതിൽ നിന്ന് പാസ്റ്റർ എന്നുള്ള പദം കണ്ടുകൊണ്ടെടുത്താണ് ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഒരു ചോദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ FIR-ല് ഒരു പുരോഹിതനായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ മനോരമ 2 പ്രാവശ്യം അതൊന്ന് കൺഫേം ആക്കത്തില്ലായിരുന്നു? ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് ഒരു വാർത്ത കിട്ടിയാൽ അതുപോലെ അടിച്ചിറക്കുന്നതാണോ? അല്ല, മനോരമയിൽ ഇപ്പൊ പുരോഹിതനാണെന്ന് പറഞ്ഞാൽ അവർ പുരോഹിതൻ എഴുതും. അത് എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ, എഴുതും. പക്ഷേ 2 വട്ടം ആലോചിക്കും അവര്. ആലോചിക്കുകയും ചെയ്യും. അതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കവറേജ് 3-4 കോളം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ പുരോഹിതനാണേലും അവർ പുരോഹിതന്മാരുടെ ന്യൂസുകളൊക്കെ അവരുടെ ധാരാളം ഇടുന്നുണ്ടല്ലോ. പുരോഹിതനേക്കാളുള്ള നോട്ട് കേസിൽ പിടിച്ചെന്നൊക്കെ പ്രപണ്ട് വർഗീസിന്റെ കഥകൾ എഴുതിയപ്പോഴും ഈ അടുത്ത നാളിൽ പുരോഹിതന്മാര് കുറെ ലൈംഗിക കഥകളിൽ ഉൾപ്പെട്ടപ്പോഴൊക്കെ അവർ എഴുതുന്നുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ ഈ പെന്തക്കോസ്ത് പാസ്റ്റർ എന്ന് പറയുന്നിടത്ത് 100% തെറ്റിപ്പോയി. അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിലുണ്ട്. അത് പാസ്റ്റർ അല്ലേ, അത് ന്യൂസ് കൊടുക്കണം. പക്ഷെ പാസ്റ്റർ എന്നുള്ള പദം ഒഴിവാക്കാൻ പറ്റും പാസ്റ്റർ അല്ലാത്തത് കൊണ്ട്. പിന്നെ അച്ഛന്മാരുടെ അവരിടുന്നുണ്ട്. അച്ഛൻ പേരൊന്നും അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. വാർത്തകൾ അതല്ല, വ്യാജമായൊരു വാർത്ത ഒരു പുരോഹിതനെ കുറിച്ച് ഇന്ന് വരെ മനോരമ കൊടുത്തായിട്ട് തോന്നുന്നു. ഇല്ല കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കില്ല. അത് തന്നെയുമല്ല, പുരോഹിതന്മാരെ കുറിച്ചുള്ള വാർത്തകൾ പല പത്രങ്ങളും ഒക്കെ എഴുതി അവസാനം ഗത്യന്തരമില്ലാതെ വന്നിട്ട് കൊടുത്ത വാർത്തകളുമുണ്ട്. മറ്റു പത്രങ്ങളൊക്കെ എഴുതി TV ചാനൽ വന്നതിന് ശേഷം പിന്നെ അവര് ഇട്ടില്ലെങ്കിൽ എങ്ങനെയാന്നോർത്ത് ധാരാളം വാർത്തകൾ ഇട്ട് ചരിത്രവും നമുക്കറിയാം. ഈ പത്രപ്രവർത്തന രംഗത്ത് ഇപ്പൊ എത്ര വർഷമായി ബ്രദർ ആയിരിക്കുന്നു? ഗുഡ് ന്യൂസ് തുടങ്ങിയ മുതൽ എനിക്ക് തോന്നുന്നത് 32 വർഷം ആയിട്ടുണ്ട്. ഗുഡ് ന്യൂസ് തുടങ്ങിയ വർഷം മുതൽ അതിനകത്ത് എഴുതുന്നുണ്ട്. ചെറിയ നുറുങ്ങ ലേഖനങ്ങളും ഒക്കെ എഴുതി തുടങ്ങി. ക്രൈസ്തവ ചിന്ത ആരംഭിച്ചിട്ട് എത്ര വർഷമായി? 99 ഓഗസ്റ്റിലാണ്. 90. അപ്പം 10 വർഷം കഴിഞ്ഞു. അതെ. ഈ പത്രപ്രവർത്തന ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും നേടിയതായിട്ടൊരു ചിന്തയുണ്ടോ? എന്ത് നേടിയിട്ടുണ്ട്? ഭൗതികമായി ഒന്നും നേടിയിട്ടില്ല. ആദ്യകാലങ്ങളിൽ ക്രൈസ്തവത തുടങ്ങുമ്പോഴൊക്കെ നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ പലരും സഹായിച്ചിട്ടുണ്ട്, വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ്സിൽ ഇങ്ങനെ വന്ന് വരിക്കാരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആ നഷ്ടങ്ങളൊക്കെ ആ ഭൗതിക കാര്യങ്ങളിൽ അങ്ങനെ പോകുന്നു. അതൊരു നേട്ടം ഭൗതിക കാര്യങ്ങളും ഒന്നും തന്നെ 1% പോലും ഉണ്ടാക്കിയിട്ടില്ല. സത്യമാണ്, സുതാര്യമാണ്. എന്നാൽ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ എനിക്ക് പെന്തക്കോസ്തിനെ ഭരണാധികാരികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും അച്ഛന്മാരും കന്യാസ്ത്രീകളായാലും സാമൂഹ്യ പ്രവർത്തകരായാലും സാഹിത്യകാരന്മാരായാലും രാഷ്ട്രീയ രംഗത്തുള്ള ഒട്ടുമുള്ള ആളുകൾ 90% കോപ്പി അവിടെ പോകുന്നത് കൊണ്ട് അവർ തിരിച്ചിരിക്കുന്ന പെന്തക്കോസ്തല്ല റിയൽ പെന്തക്കോസ്തിനെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ക്രൈസ്തവന്റെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് സെക്കുലർ സ്വഭാവം ക്രൈസ്തവന്റെക്ക് ശകലം കൊടുത്തേക്കുന്നത്. ചില രാഷ്ട്രീയവും മതവും ചരിത്രവും മതങ്ങളെക്കുറിച്ചുള്ള പഠനവും ഇച്ചിരി രാഷ്ട്രീയ എല്ലാം കൂടെ സഞ്ചാര സാഹിത്യമൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാ ആളുകൾക്കും അത് വായിക്കത്തക്കവണ്ണം ഒരു രാഷ്ട്രീയക്കാരനും വായിക്കാം, സമുദായസ്ഥനും വായിക്കാം, പെന്തക്കോസ്തുകാരനും വായിക്കാം, കോൺഗ്രസ്സുകാരനും വായിക്കാം, കമ്മ്യൂണിസ്റ്റ്, അവർക്ക് പറ്റിയ ചെറിയ വിഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി 100% വിജയിച്ചെന്ന് പറയുന്നില്ല. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പത്രപ്രവർത്തനം, അത് മറ്റുള്ളവരെ കൊണ്ടൊരു പെന്തക്കോസ്ത് പത്രം വായിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് 100% സംതൃപ്തിയാണ്. ഒരു പത്രപ്രവർത്തനം ഉള്ള നിലയിൽ ഈ കഴിഞ്ഞ 30-ലേറെ വർഷങ്ങൾ സംതൃപ്തി നൽകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ. തീർച്ചയായിട്ടും സംതൃപ്തി അതിനകത്തുണ്ട്. എന്റെ ലക്ഷ്യം അതിനകത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു വൈവാരിയാക്കി കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിങ്ങനെ മാസത്തിലൊന്നാക്കി നിർത്തിയത്. ഈ അനാത്മീക പ്രവണതയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പത്രങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട്, ക്രൈസ്തവ ചിന്ത മാത്രമല്ല മറ്റ് നിരവധി പത്രങ്ങളും എഴുതിയിട്ടുള്ളത് കൊണ്ട് പെന്തക്കോസ്തിനകത്ത് അനാത്മീയതയുടെ ആ തടഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു 4-5 വർഷത്തെയായിട്ട് പറയുമല്ലോ ചിലർ, എന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പത്രക്കാരൻ അറിഞ്ഞാൽ കുഴപ്പമാണ്, ദൈവം അറിഞ്ഞാൽ കുഴപ്പമെന്നല്ല പറയുന്നത്, ഇന്ന പത്രം അറിഞ്ഞാൽ കുഴപ്പം, അവൻ ചിലപ്പോൾ എഴുതിയെന്ന് വരും. അപ്പൊ പത്രം അനാത്മീയതയെ
പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ? അത് യാതൊരു സംശയക്കാര്യത്തിനില്ല, ഒരു സംശയക്കാര്യത്തിനില്ല. 100% വിജയിച്ചെന്നല്ലേ പറയുന്നത്. പക്ഷെ ഒരു തടയിടാനായിട്ട് പത്രപ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? യാതൊരു സംശയം. പത്രപ്രവർത്തന ജീവിതത്തിൽ രസകരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? രസകരമായ അനുഭവം എന്ന് പറയുന്നത് നയനാരെ ഇന്റർവ്യൂ ചെയ്ത് വളരെ രസകരമാണ്. മുഖ്യമന്ത്രി നയനാരെ ഞാനും ബ്രദർ ജെയിംസ് വർഗീസും ഒരു ഫോട്ടോഗ്രാഫറുമായിട്ടാണ് ഞങ്ങൾ കാണാൻ അവിടെ ചെല്ലുന്നത്. അദ്ദേഹം ഞങ്ങൾ ചെന്നപ്പോൾ 2 പേരെ അന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്യാനുള്ളൂ. വൈകിട്ട് 5 മണിക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും പിന്നെ ഞാനും. അപ്പോൾ വാര്യർ എന്നോട് ചോദിച്ചു, വാര്യർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അല്ലെ അടുത്ത ആൾ മരിച്ചു പോയല്ലോ. വാര്യരെ സംബന്ധിച്ച കഥകളൊക്കെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ട് വളരെ രസകരമായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ വാര്യരിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടേ, അവസാനം മതിയെന്ന് ചോദിച്ചു. ഞാൻ പറയും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന് സംസ്ഥാന നേതാക്കള് നിവേദനം കൊടുത്ത് പോയതിനു ശേഷം ഞാൻ കയറി. ഞങ്ങൾ കയറി സംസാരിച്ചു, ഒത്തിരി നേരം സംസാരിച്ചു, അരമണിക്കൂറോളം സംസാരിച്ചു. കാരണം അങ്ങനെ മുന്തിയ പത്രപ്രവർത്തകർക്ക് പോലും സമയം കൊടുക്കുന്നതല്ല. എന്താണോ കോപ്പികളൊക്കെ ഞാൻ കൊടുത്തു, അത് വായിച്ചൊക്കെ പുള്ളി നോക്കി, ചില കമന്റുകളൊക്കെ പറഞ്ഞു. അപ്പൊ ആ അടുത്ത ആളിലാണ് അദ്ദേഹം PJ ജോസഫും കൂടെ അമേരിക്കൻ വന്നിട്ട് തിരിച്ചു വന്ന അവസരമായിരുന്നു. PJ ജോസഫ് ഇവിടെ PC നായകിന്റെ ഏതൊരു മീറ്റിംഗിന് ഒന്ന് പാടിയല്ലോ, അമേരിക്കയിലെ ഏതൊരു കോൺഫറൻസ് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവർ 2 പേരും കൂടെ അമേരിക്കൻ മലയാളികളെ കാണാനും നിക്ഷേപം സ്വരൂപിക്കാനുമായിട്ടൊക്കെ വ്യവസായികളെ അങ്ങോട്ട് ക്ഷണിക്കാനുമായിട്ടൊക്കെ വന്നതാണ് ആ കാലത്ത്. സോറി. അപ്പൊ അദ്ദേഹം അന്നേരം ആ കഥകളെല്ലാം എന്നോട് പറഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ യോഗത്തിന് ഞാൻ ജോസഫിനെ പറഞ്ഞു വിട്ടു, അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയിട്ടില്ല. പോയെന്ന് കാണണം ഇവിടെയൊക്കെ എന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഇടപെടലും സംസാരവും ഒരു വിനയമായ പെരുമാറ്റവും എഴുന്നേറ്റ് പോകാൻ നേരത്ത് കൈയൊക്കെ തന്ന് വിട്ടതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എന്നെ കാറെ കയറ്റാത്ത അനുഭവം കൂടെ ഞാൻ ഒത്തു നോക്കാറുണ്ട്. അതുകൊണ്ട് അതൊരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആണ്. പിന്നെ ദുഃഖകരമായൊരു അനുഭവം എന്ന് പറയുന്നത് മറ്റേത് തന്നെയാണ്. പത്രപ്രവർത്തന മേഖലയിലെ അനുഭവം നാനാരെ കണ്ടു. പിന്നെ BS ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതും നല്ല പെരുമാറ്റം. അദ്ദേഹം ഈ കർക്കശ ഭാവത്തോടെ ഇരിക്കുമെങ്കിലും സംസാരിച്ചു കഴിയുമ്പോൾ വളരെ സൗമ്യനായ വ്യക്തിയാണ്. എന്നെ കാറെ കയറ്റി കൊണ്ടുപോയി കാലടിയിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് സീറ്റിൽ, ഞാൻ റൈറ്റ് സീറ്റിൽ. എന്റെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. BJP ഗവൺമെന്റിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞത് മാറിയിട്ടൊരു മതേതര മുന്നണി വരും, നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നൊരു കാലം വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരികയും ചെയ്തു. എന്നിട്ട് ഞാൻ എടപ്പള്ളിയൊക്കെ അടുക്കാറായപ്പോ എന്നോട് ഞാൻ ഇറക്കി വിടാമെന്ന് ചോദിച്ചപ്പം എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് താങ്കൾക്ക് പോകാം. ഞാൻ പറഞ്ഞു വൈഫ് കോളേജിൽ നിൽക്കുന്നു, വണ്ടി അവിടെ ഇരിക്കുന്നു, എനിക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ നമ്മളെ നിരീശ്വരവാദികളാണ്, ഭൗതികവാദികളെന്ന് പറയുന്നെങ്കിൽ മാനുഷിക ജീവിതത്തിന് വളരെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ആളുകൾ. മാനുഷിക മൂല്യങ്ങൾക്ക് വളരെ വില കൽപ്പിക്കും. നമ്മൾ അവരിൽ നിന്നൊക്കെ പഠിക്കണം. അവരിൽ നിന്ന് ബന്ധുക്കൂസുകാർ കണ്ടുപിടിക്കണം. മതത്തിന്റെ നേതാക്കന്മാരൊക്കെ നല്ല പെരുമാറ്റം കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭൗതികവാദികൾ ഇത് കണ്ടുപിടിക്കണം. വൈഫ് ഏത് നിലയിൽ ജോലി ചെയ്യുന്നു? വൈഫ് ഞാൻ കല്യാണം കഴിയുമ്പോൾ പുള്ളിക്കാരി BA B.Ed കാര്യമാണ്, ഹൈസ്കൂൾ അധ്യാപികയാണ്. അത് കഴിഞ്ഞ് ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്കണോമിക്സിലും സോഷ്യോളജി ഹിസ്റ്ററിയിലുമായിട്ട് 3 MA ബിരുദങ്ങൾ എടുത്തു. 93-ൽ MPhil കഴിഞ്ഞു. അത് കഴിഞ്ഞ് 97-ൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. 17 വർഷത്തെ ഹൈസ്കൂൾ അധ്യയനത്തിന് ശേഷമാണ് ഈ ജോലി കിട്ടുന്നത്. ഇപ്പം മൊത്തം 27-28 വർഷമായെന്ന് തോന്നുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. 97-ൽ കാലടി യൂണിവേഴ്സിറ്റി വന്ന് അവിടെ നിന്നാണ് PhD കംപ്ലീറ്റ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് കൊച്ചിയായിരുന്നു സബ്ജക്ട്. നമുക്ക് കേരളത്തിൽ 3 രാജ്യമായിരുന്നല്ലോ, തിരുവിതാംകൂർ,